ഒരു സാധാരണ തടവുകാരനും കിട്ടാത്ത പ്രിവിലേജാണ് ഈ TP കേസിലെ പ്രതികൾക്ക് ജയിൽ വകുപ്പിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്, കേരള പോലീസിൽ നിന്ന് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആയതുകൊണ്ട് തന്നെ ഇപ്പോൾ നടന്നിരിക്കുന്ന സംഭവ വികാസം TP കേസിലെ പ്രതികളെ ഈ പറയുന്ന വിടുതൽ ഹർജി എന്ന് പറഞ്ഞ് ഒരു ഹർജിയുണ്ട്. ഇവരെ വിടാമോ, ജയിൽ മോചിതരാക്കാമോ എന്ന രീതിയിൽ. അത് ഈ പറയുന്ന പരോളൊന്നുമല്ല, മോചിപ്പിക്കുക. അപ്പൊ ഈ വിടുതൽ ഹർജി എന്ന് പറയുന്നതിന് ചില മാനദണ്ഡങ്ങളുണ്ട്. അവർ കേരളത്തിൽ ഉടനീളം ഇപ്പൊ ഇവരെ സംബന്ധിച്ച്, ഈ പ്രതികളെ സംബന്ധിച്ച് ഇവര് പിന്നെ കേരളത്തിലെ പല ജയിലുകളിലും കിടന്നിട്ടുള്ളവരാണ്. വിയ്യൂർ മുതൽ കണ്ണൂർ മുതൽ തിരുവനന്തപുരം വരെയുള്ള ജയിലുകളിൽ ഇവരുടെ മാഹാത്മ്യം കൊണ്ട്, ഇവരുടെ കുപ്രസിദ്ധി കൊണ്ട് ഇവർ കിടന്നിട്ടുള്ളവരാണ്. അപ്പൊ ഈ ജയിൽ സൂപ്രണ്ടന്മാരെ വഴി ഇവരെ വിട്ടാൽ ഈ പറയുന്ന പോലെ നമ്മുടെ നാട്ടിൽ കലാപം ഉണ്ടാകുമോ, ഇനി അടുത്ത മറ്റു കൊലപാതകങ്ങൾ ഉണ്ടാകുമോ എന്ന രീതിയിൽ ഒരു അന്വേഷണം പോയതായുള്ള വാർത്തകൾ ഇപ്പോൾ പുറത്തു വരുന്നു. അപ്പോൾ ഹൈക്കോടതിയുടെ ഒരു നിരീക്ഷണമുണ്ട്. അതായത് ഈ കേസിനെ സംബന്ധിച്ച് വിധി പ്രഖ്യാപിക്കുമ്പോൾ തന്നെ പറഞ്ഞിരുന്നു കോടതി 20 വർഷത്തേക്ക് ഇവർ പുറംലോകം കാണാൻ പാടില്ല. 20 വർഷത്തേക്ക് പുറംലോകം കാണാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ഇവരെ പരോൾ പോലും കൊടുക്കാൻ പാടില്ല. പിന്നീടാണല്ലോ ബാക്കി വ്യവസ്ഥകൾ വരുന്നത്. പരോൾ പോലും കൊടുക്കാൻ പാടില്ല എന്ന വ്യവസ്ഥയിലാണ് ഇവർ ജയിലിൽ ആക്കിയിരിക്കുന്നത്. അത് നിൽക്കവെയാണ് ഇത്തരത്തിൽ വിടുതൽ ഹർജിക്കായിട്ട് ഇവർ നീങ്ങുന്നത്. അപ്പോൾ ഇതിനകത്ത് ഇവരെ വിടാം, അല്ലെങ്കിൽ നിങ്ങളെ ഞങ്ങൾ പുറത്തെത്തിക്കാം എന്നൊരു വാക്ക് ഈ പ്രതികൾക്ക് നൽകണമെങ്കിൽ ഇതിനകത്ത് ഇവർ ആണയിട്ട് ഈ കൊലപാതകം നടന്ന സമയത്ത് ഞങ്ങൾക്ക് ബന്ധമില്ല എന്ന് പറയുന്നതിൽ എന്തെങ്കിലും അർത്ഥമുണ്ടോ?